ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നൊരു മുരിങ്ങയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറിയിൽ നമ്മൾ പരിപ്പൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കറി വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കൂട്ടോ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 പിടിയോളം മുരിങ്ങയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കയ്യിൽ നിറച്ചിങ്ങനെ 2 പിടി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ്. പിന്നെ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകല്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഓരോ മുളക് പൊടിക്കും എരിവിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആ ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പിടി മുരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചായി പോകും കേട്ടോ, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ കാണുന്ന അത്രയൊന്നും ഉണ്ടാവില്ല. മുരിങ്ങ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായും ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. അതിലത്തെ ആ ഒരു വെള്ളമയം ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലത്തെ ആ വെള്ളമയമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുരിങ്ങയിൽ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ ബൈ, താങ്ക് യു.